പക്ഷേ ഞാൻ എന്റെ ആവണി മോളെ കൊണ്ട് മാത്രമേ ഇവിടെ തിരിച്ചു പോവുള്ളൂ. അവളുടെ ദേഹത്ത് ഒരു പോറലേറ്റാ. അർച്ചന ആരാണെന്ന് നീ അറിയും. നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല. ഓഹോ, അത് കൊള്ളാലോ. തമ്പാനെ പറഞ്ഞത് കേട്ടില്ലടാ. കേട്ടണ്ണ, ഇവൾ കണ്ണൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ കോമഡി പറയുന്നേ? ഒരു കുടുംബത്തിന്റെ മുഴുവൻ സങ്കടത്തിന്റെ മുകളിലാ നിങ്ങൾ നിന്നീ ചിരിക്കുന്നേ. ഒരു അമ്മയുടെ കണ്ണീരിന്റെ വില എന്താന്ന് തനിക്കറിയില്ല. ഗർഭിണിയായ സ്വന്തം സഹോദരിയെ ജീവന് തുല്യം സ്നേഹിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞത് വെറുതെയാ. അവളെയോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയോ അല്പമെങ്കിലും നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കുഞ്ഞിനെ വെച്ച് വില പേശുമായിരുന്നില്ല. മിണ്ടിപ്പോരുത്. എന്റെ സഹോദരിയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ നാവ് ഞാൻ അരിയും. പറയും, ഇനിയും പറയും. സഹോദരിയോടുള്ള നിങ്ങളുടെ സ്നേഹം വെറും പൊള്ളയാ. അത് നിങ്ങളുടെ വാക്കിലെ കാപട്യം മാത്രമാ. അതിനൊരു ആത്മാർത്ഥതയില്ല. എന്റെ അനിയത്തോട് എനിക്കുള്ള സ്നേഹം നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിന്റെ കുഞ്ഞിനെ ഞാൻ തിരിച്ചു തരാം. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടെന്ന് ഉപദ്രവിക്കുന്ന വെറും ലോക്കൽ ഗുണ്ട അല്ല ഞാൻ. പിന്നെ ആ കുഞ്ഞിനെ കൊണ്ടുവന്നത് നിന്നെ ഇവിടെ വരുത്താൻ വേണ്ടി മാത്രമാ. ആ കുഞ്ഞിനെ ഞാൻ തിരിച്ചു തരാം. പക്ഷേ അതിനു മുമ്പൊരു ചടങ്ങുണ്ട്. എന്ത് ചടങ്ങ്? എന്റെ കവിളത്ത് ആദ്യമായിട്ടൊരു പെണ്ണിന്റെ കൈ പതിക്കുന്നത് ഇന്നാണ്. അതെനിക്ക് ഉള്ളിൽ വല്ലാതെ നൊന്തു. അതിന് നിനക്കൊരു ചെറിയ ശിക്ഷ. ഗർഭിണിയായതുകൊണ്ട് മാത്ര നിനക്ക് ഈ സൗജന്യം. ഇല്ലെങ്കിൽ എപ്പോഴേ നീ തീർന്നേനെ. എന്റെ ആവണി മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളെപ്പോലെ ഒരുത്തന്റെ കാല് പിടിക്കാനും എനിക്ക് മടിയില്ല. കാല് പിടിക്കണ്ട, പക്ഷേ കാല് കഴുകിത്തരണം. എന്താ പറഞ്ഞ? എന്റെ കരണത്ത് നീ അടിച്ചതിന് പകരമായിട്ട് ആ കൈകൊണ്ട് എന്റെ കാല് നീ കഴുകിത്തരണം. അങ്ങനെ ചെയ്താ നിനക്ക് ഞാൻ ആവണി മോളെ തിരിച്ചു തരാം. ആവണി മോൾക്ക് വേണ്ടി എന്തും ചെയ്യാന്ന് പറഞ്ഞതല്ലേ? എന്താ ഇത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ ആവണി മോളെ നീ മറന്നേക്ക്.